Hi all. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x equal to set 1 3 5 and y equal to set 1 2 3. യൂണിയൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ സെറ്റ്സ്. അതായത് എക്സിലെയും വൈയിലെയും മൊത്തം എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യുന്നതാണ് യൂണിയൻ. സോ എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു സെറ്റ് 1 2 3 5. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു എ ഇ ഐ ഒ യു ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. എങ്ങനെ യൂണിയൻ പറയാം? എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇ ഐ ഒ യു ബി സി. എയിലെയും ബിയിലെയും മൊത്തം എലമെന്റ്സ്. Next question, A equal to set of all x such that x is a natural number and multiple of 3, and B equal to set of all x such that x is a natural number less than 6. അതായത് നമുക്കൊരു കണ്ടീഷൻ വൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ എയും ബിയും സെറ്റ് എലമെന്റ്സ് എഴുതണം. എ ഈക്വൽ ടു എങ്ങനെ പറയാം? മൾട്ടിപ്പിൾസ് ഓഫ് 3, 3ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് 3 6 9 12 etc. and b equal to numbers less than 6. 6ൽ കുറവായിട്ടുള്ള നമ്പേഴ്സ് 1 2 3 4 5. അതിന്റെ രണ്ടിന്റെയും യൂണിയൻ ആണ്. ദാറ്റ് ഈസ് 1 2 3 4 5 6 7 ഇല്ല നോക്കണേ, 9 12 etc. because multiples of 3 ആണ് etc. Infinite number of terms are there. Next question, a equal to set of all x such that x is a natural number and 1 less than x less than or equal to 6. B equal to set of all x such that x is a natural number and 6 less than x less than 10. അപ്പോൾ എയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? യെസ്, 2 3 4 5 6. and the elements of B are 7 8 9. 6നും 10നും ഇടയിലുള്ള നമ്പേഴ്സ്. ഇറ്റ്സ് യൂണിയൻ. ദാറ്റ് ഈസ് സെറ്റ് 2 3 4 5 6 7 8 9. And the last sub question, A equal to set 1 2 3 and B equal to 5. It's union. A 1 2 3 ആണ്, B എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. അപ്പൊ അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 itself. കാരണം B എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെറ്റും ഇല്ല, നൾ സെറ്റ് ആണ്, ഒന്നുമില്ല. അപ്പൊ എന്താണ്? A യൂണിയൻ B ഈക്വൽ ടു സെറ്റ് 1 2 3. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Let A equal to set AB and B equal to set ABC. Is A subset B? What is A union B? രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് സെറ്റ് എ ബി ആണ്, B ഈക്വൽ ടു സെറ്റ് എ ബി സി. ക്വസ്റ്റ്യൻ ഇതാണ്, A എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണോ? എന്തായിരുന്നു സബ്സെറ്റ് എന്ന് വെച്ചാൽ? അതായത് എ സബ്സെറ്റ് ബി ആവണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടായിരിക്കണം? ബിയിൽ ഉണ്ടായിരിക്കണം. എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടല്ലോ. എയിലെ എലമെന്റ്സ് എയും ബിയും ആണ്, അത് ബിയിലുമുണ്ട്. സോ നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ബി. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി, എ എവിടെ തന്നിട്ടുണ്ട്, ബിയും തന്നിട്ട്. എ യൂണിയൻ ബി എന്തായിരിക്കും? ഓൾ ദ എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ബി സി. ലെറ്റ്സ് ടേക്ക് തേർഡ് ക്വസ്റ്റ്യൻ. If A and B are two sets such that A subset B, then what is A union B? ഓൾറെഡി നമ്മൾ മുന്നിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എ സബ്സെറ്റ് ബി ആണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി എന്ന്? ദാറ്റ് ഈസ് ബി ഇറ്റ്സെൽഫ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു സെറ്റ് എടുക്കുകയാണ്, 1 2 എന്നുള്ള സെറ്റ് എടുക്കുകയാണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3. തന്ന കണ്ടീഷൻ എന്താണ്? എ സബ്സെറ്റ് ബി. അപ്പൊ ഇതിനനുസരിച്ചാണ് ഞാൻ ഈ രണ്ട് സെറ്റും എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി, ഇതിന്റെ രണ്ടിന്റെ മൊത്തം എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 1 2 3. ആ 1 2 3 എന്ന് പറയുന്നത് ഏത് സെറ്റ് തന്നെയാണ്? That is B itself. Question number 4. If A equal to 1 2 3 4 and B equal to 3 4 5 6 and C equal to set 5 6 7 8 and D equal to set 7 8 9 10. Find A union B. ഓൾറെഡി നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു. യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ all the elements of that sets, that is 1 2 3 4 5 6.
റിപ്പീറ്റേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എ എന്ന് വെച്ചാൽ 1 2 3 4, ദെൻ ബി എന്ന് വെച്ചാൽ അഗെയിൻ 3 4 5 6 ആണ്. പക്ഷെ ഓൾറെഡി നമ്മൾ 3ഉം 4ഉം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. റിപ്പീറ്റേഷൻ ആവശ്യമില്ല. നമുക്ക് ഒരു എലമെന്റ് ഒരു പ്രാവശ്യം ഡിനോട്ട് ചെയ്താൽ മതി. സോ 1 2 3 4 5 6 അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ സി. എയിലെ എലമെന്റ്സ് ആരൊക്കെയായിരുന്നു? 1 2 3 4 ആൻഡ് സിയിലെ എലമെന്റ്സ് 5 6 7 8. സോ 1 2 3 4 5 6 7 8. Next one, B union C. Elements of B are 3 4 5 6 and elements of C are 5 6 7 8. നിങ്ങൾക്ക് കാണാം അവിടെ രണ്ട് എലമെന്റ്സ് കോമൺ ആയിട്ടുണ്ട്, 5ഉം 6ഉം. പക്ഷെ റിപ്പീറ്റേഷൻ ആവശ്യമില്ല. സോ 3 4 5 6 7 8. നെക്സ്റ്റ് വൺ, B union D. That is set 3 4 5 6 7 8 9 10. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ആ എലമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് മേലെ ഒന്ന് ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എ യൂണിയൻ ബി യൂണിയൻ സി, 3 സെറ്റിന്റെ യൂണിയൻ ആണ്. സോ അപ്പൊ എന്തായിരിക്കും യൂണിയൻ എന്ന് വെച്ചാൽ ആ 3 സെറ്റിലെയും എലമെന്റ്സ് എഴുതുക. ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8. റിപ്പീറ്റേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, എ യൂണിയൻ ബി യൂണിയൻ ഡി. ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ബി ആൻഡ് ഡി. ദാറ്റ് ഈസ് set 1 2 3 4 5 6 7 8 9 10. Next one, B union C union D. All the elements of B, C and D. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഏതൊക്കെ വരും? യെസ്, 3 4 5 6 7 8 9 10. അപ്പൊ എങ്ങനെയാണ് യൂണിയൻ എഴുതുന്നത് ക്ലിയർ ആയി കാണുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the intersection of each of the following pairs of sets. Intersection എന്തായിരുന്നു? ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റ് എയും ബിയും എടുക്കാണ്. സോ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ all the elements which are in both A and B, അതായത് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ്. യൂണിയൻ എന്ന് വെച്ചാൽ ടോട്ടൽ എലമെന്റ്സ്, മൊത്തം എലമെന്റ്സ്. ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോമൺ എലമെന്റ്സ്, രണ്ടിലുള്ള കോമൺ എലമെന്റ്സ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, x equal to set 1 3 5 and y equal to set 1 2 3. So intersection എന്ന് വെച്ചാൽ common elements in x and y. ഇവിടെ രണ്ടിലുമുള്ള common elements ഏതൊക്കെയാണ്? Yes, 1 and 3. So x intersection y equal to set 1 3. ആ ഒരു നൊട്ടേഷൻ തന്നെ വെച്ചിട്ട് എഴുതാൻ പഠിക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, a equal to set a e i o u and b equal to set a b c. So intersection B equal to set A. Third one, A equal to set of all x such that x is a natural number and multiple of 3. B equal to set of all x such that x is a natural number less than 6. Already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? A equal to set 3 6 9 12 etc. and B equal to 1 2 3 4 5. ഇതിൽ ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്? യെസ്, that is 3 itself. So A intersection B equal to 3. Next one, x equal to, next one, A equal to set of all x such that x is a natural number and 1 less than x less than or equal to 6. B equal to set of all x such that x is a natural number and 6 less than x less than 10. A equal to, we can write 2 3 4 5 6. and B equal to 7 8 9. അതായത് 1നും 6നും ഇടയിലുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 6, ബിക്കോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6നും 10നും ബിറ്റ്വീൻ 6 and 10 എലമെന്റ്സ് ആർ 7 8 9. ഇറ്റ്സ് ഇന്റർസെക്ഷൻ എന്താണ്? 5 ആണ്. അവിടെ ഒരു കോമൺ എലമെന്റ് പോലും കാണാനില്ല. ലാസ്റ്റ് വൺ, A equal to set 1 2 3 and B equal to 5. B equal to 5 means it's a null set. ഒന്നുമില്ല. അപ്പൊ 1 2 3യും വേറൊരു എലമെന്റ് അതാണ് നത്തിങ്, നൾ സെറ്റ് ആണ് പറയുന്നത്. അതിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് നൾ സെറ്റ്. അവിടെ വേറെ ആരും കോമൺ ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A equal to set 3 5 7 9 11, B equal to 7 9 11 13, C equal to set 11 13 15 and D equal to sets 15 17. Find first one, A intersection B.
നോക്കിക്കേ, എയിലും ബിയിലും ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്? യെസ്, 7, 9, 11. ബി ഇന്റർസെക്ഷൻ സി. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ബി ഇന്റർസെക്ഷൻ സി കോമൺ എലമെന്റ്സ് ആരൊക്കെയാണ്? 11 and 13. യെസ്. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. അതായത് എയിലും സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയുണ്ട്? എയിലും സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ളത് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് നൾ സെറ്റ്. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ സി. ആരെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട് എലമെന്റ്? യെസ്, 11 is there. നെക്സ്റ്റ് വൺ, ബി ഇന്റർസെക്ഷൻ ഡി. ബിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരുമില്ല. സോ ഇറ്റ് ഈസ് നൾ സെറ്റ്. ക്വസ്റ്റ്യൻ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? വി ഹാവ് ടു ലിസ്റ്റ് ബി യൂണിയൻ സി. എന്നിട്ട് അതിന് എ യു ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എടുക്കുക. സോ എങ്ങനെ എഴുതാം? എ എന്ന് വെച്ചാൽ സെറ്റ് 3, 4, 5, 7, 9, 11. ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. It means all the elements in B and C. ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റ്സും. ദാറ്റ് ഈസ് 7, 9, 11, 13, 15. ഇത് ഇന്റർസെക്ഷൻ. കോമൺ എലമെന്റ്സ് ആരൊക്കെയാണ്? യെസ്, ദാറ്റ് ഈസ് 7, 9, 11. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ഡി. എ ഇന്റർസെക്ഷൻ ഡി എന്ന് വെച്ചാൽ ആരുമില്ല അവിടെ, കോമൺ എലമെന്റ്സ് ആരുമില്ല. ദാറ്റ് ഈസ് 5. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എ ഇന്റർസെക്ഷൻ. സോ എയിലെ സെറ്റ് ഒക്കെ ആയിരുന്നു 3, 4, 5, 7, 9, 11. Intersection B union D. All the elements in B and D. Its intersection, that is 7, 9, 11. Next one, A intersection B. Intersection B union C. First, നമ്മൾ A intersection B. A ലും B ലും ആരൊക്കെ common elements ഉണ്ട്? Yes, 7, 9, 11. B union C എന്ന് വെച്ചാൽ all the elements in B and C. അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് സെറ്റ് 7, 9, 11. ഇങ്ങനെ ചോദിച്ചെങ്കിൽ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണുക. എ ഇന്റർസെക്ഷൻ ബി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ബി യൂണിയൻ സി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ യൂണിയൻ ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, 3, 4, 5, 7, 9, 11, 15, 17. ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓൾറെഡി ബി യൂണിയൻ സി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 7, 9, 11, 13, 15. അതിന്റെ ഇന്റർസെക്ഷൻ കോമൺ എലമെന്റ്സ് ദാറ്റ് ഈസ് സെറ്റ് 7, 9, 11, 15. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, ബി ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ, C equal to set of all x such that x is a not natural number, and D equal to set of all x such that x is a prime number. So നമുക്ക് കുറെ കണ്ടീഷൻസ് ആണ് തന്നത്, ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഞാൻ അതിന് സെറ്റ് ഫോമിൽ എഴുതുവാണ്. ബി ഈക്വൽ ടു ഈവൺ നാച്ചുറൽ നമ്പർ, സി ഈക്വൽ ടു ഓഡ് നമ്പേഴ്സ്, D equal to prime numbers 2, 3, 5, 7, 11, etc. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വൈസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു എലമെന്റ് വൈസ് അല്ലെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്യുക, ഏതൊക്കെയാണ് സെറ്റ്സ് എന്ന് എഴുതുക. എന്നിട്ട് ഏത് കണ്ടീഷൻ ആണോ പറഞ്ഞത് അത് അപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ്? ഫസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി. അറിയാം അവിടെ ഏതൊക്കെയാണ് കോമൺ എലമെന്റ്സ്? ദാറ്റ് ഈസ് 2, 4, 6, 8, etc. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ സി. നാച്ചുറൽ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും. അതിൽ കോമൺ ആയിട്ട് ആരാണുള്ളത്? യെസ്, ഓഡ് നമ്പേഴ്സ്. ദെൻ എ ഇന്റർസെക്ഷൻ ഡി. ഏതായിരിക്കും വരിക? പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, etc. നോക്കിയാൽ മതി അതിൽ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന്. നെക്സ്റ്റ് ബി ഇന്റർസെക്ഷൻ സി, ദാറ്റ് ഈസ് 5. ദെൻ ബി ഇന്റർസെക്ഷൻ ഡി, ഈവൺ നമ്പേഴ്സ് ആൻഡ് പ്രൈം നമ്പേഴ്സ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. ആൻഡ് ലാസ്റ്റ് വൺ, സി ഇന്റർസെക്ഷൻ ഡി, പ്രൈം നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും? 3, 5, 7, 11, etc. Eighth question, which of the following pairs of sets are disjoint? Disjoint set. എന്തായിരുന്നു disjoint set? യെസ്, രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റിലും ഒരു കോമൺ എലമെന്റ് പോലും ഇല്ല എങ്കിൽ നമുക്ക് ആ സെറ്റ്സിനെ എന്ത് പറയാം? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന് പറയാം.
or we can say A intersection B equal to 5. അതായത് എയുടെയും ബിയുടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നൾ സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഒരു കോമൺ എലമെന്റ് പോലും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സെറ്റ്സ് ആണ് ഡിസ്ജോയിന്റ്. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, സെറ്റ് 1 2 3 4 and set of all x such that x is a natural number and 4 less than or equal to x less than or equal to 6. നമുക്ക് അതിനെ ലിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സെറ്റ് 1 2 3 4 ആൻഡ് സെറ്റ് 4 5 6. നമുക്ക് ചെയ്യേണ്ടത് ഇത്രയാണ്. ഇതിൽ ഏതൊക്കെയാണ് ഡിസ്ജോയിന്റ് സെറ്റ്? ഡിസ്ജോയിന്റ് സെറ്റ് കാണാൻ എന്ത് ചെയ്യണം? അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം. സോ ദിസ് വൺ ഇന്റർസെക്ഷൻ സെറ്റ് 4 5 6. ഇവിടെ ഏതെങ്കിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ അതോ നൾ സെറ്റ് ആണോ വരുന്നത്? നോ, ദർ ഇസ് എ കോമൺ എലമെന്റ്. സോ ഇങ്ങനെയുള്ള സെറ്റ് നൾ ഇതാണോ ഡിസ്ജോയിന്റ് സെറ്റ് ആണോ? അല്ല. കാരണം ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കണം, അല്ലെ 5 ആയിരിക്കണം. സോ ദേ ആർ നോട്ട് ഡിസ്ജോയിന്റ് സെറ്റ്സ്. Next sub question, set A, E, I, O, U and set C, D, E, F. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും there is a common element E, so it is not disjoint set. Next question, set of all x such that x is an even integer and set of all x such that x is an odd integer. So even integer എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? Yes, -4, -2, 4, 2, 4, 6, 8, etc. Same way, odd integers means -3, -1, 1, 3, etc. Odd numbers odd integers ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഇത് എടുത്തിരിക്കുന്നത്. ഇന്റിജേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0. സോ ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും കോമൺ എലമെന്റ്സ് കാണോ? നോ, ദാറ്റ് ഈസ് നൾ സെറ്റ്. സോ ദേ ആർ ഡിസ്ജോയിന്റ്. Question number 9. If A equal to set 3, 6, 9, 12, 15, 18, 21. B equal to set 4, 8, 12, 16, 20. C equal to set 2, 4, 6, 8, 10, 12, 14, 16. And D equal to set 5, 10, 15, 20. Find A minus B. Difference of the sets. A minus B എന്ന് വെച്ചാൽ എന്തായിരുന്നു? A minus B എന്ന് വെച്ചാൽ elements in A നോട്ട് ഇൻ ബി. അതായത് എലമെന്റ്സ് എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എലമെന്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി. അതിന്റെ രണ്ടിന് ഇന്റർസെക്ഷൻ ഡിഫറൻസ് എടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് എ മൈനസ് ബി. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം എ മൈനസ് ബി. നോക്കിക്കേ, അവിടെയുള്ള കോമൺ എലമെന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഏതാണ്? 12 കോമൺ എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എയിൽ ആരൊക്കെ ഉണ്ട്? ബാക്കി ആ റെഡ് കളറിലുള്ളത് ഒഴികെ. ദാറ്റ് ഈസ് 3, 6, 9, 15, 18, 21. അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എലമെന്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി. സോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആദ്യം കോമൺ എലമെന്റ്സ് മാർക്ക് ചെയ്യാം. സോ ആ എലമെന്റ് ഒഴികെ ബാക്കി ആരൊക്കെയുണ്ട് അതിനെ ലിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഈ ഒരു പാർട്ടിന്റെ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മൈനസ് സി. എ ഈക്വൽ ടു set 3, 6, 9, 12, 15, 18, 21 and C equal to this one. A minus C ആണ്. സോ ദ കോമൺ എലമെന്റ്സ് ഞാൻ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ എലമെന്റ്സ് ഒഴികെ ബാക്കി എയിൽ ആരൊക്കെയുണ്ട്? ദാറ്റ് ഈസ് 3, 6, 15, 18, 21. ക്ലിയർ ആണല്ലോ? എ മൈനസ് സി എന്ന് വെച്ചാൽ എലമെന്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി. സോ കോമൺ എലമെന്റ്സ് മാർക്ക് ചെയ്യുക. ബാക്കി റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാണോ അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് എ മൈനസ് ഡി. അവിടെ കോമൺ എലമെന്റ്സ് 15 ആണ്. സോ 15 ഒഴികെ എയിൽ ഫസ്റ്റത്തെ സെറ്റിൽ ആരൊക്കെയുണ്ട്? ദാറ്റ് ഈസ് 3, 6, 9, 12, 18, 21. നെക്സ്റ്റ് വൺ ബി മൈനസ് എ. സെറ്റ് ബി ഈക്വൽ ടു 4, 8, 12, 16, 20 and A equal to 3, 6, 9, 12, 15, 18, 21. കോമൺ എലമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 12 ആണ്. സോ 12 ഒഴികെ ബിയിൽ ആരൊക്കെയുണ്ട്? ഫസ്റ്റത്തെ സെറ്റ് എന്താണ്? ബി ആണ്. സെക്കൻഡ് സെറ്റ് എ ആണ്. സോ ബി മൈനസ് എ ആണ് എലമെന്റ്സ് ഇൻ ബി. സോ ഇവിടെ ആരൊക്കെയുണ്ട്? 4, 8, 16, 20. നെക്സ്റ്റ് വൺ സി മൈനസ് എ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അവിടെ ഡിഫറെന്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സോ സി മൈനസ് എ ഈക്വൽ ടു സെറ്റ് 2, 4, 8, 10, 14, 16. ആൻഡ് ലാസ്റ്റ് വൺ ജി മൈനസ് എ. ദാറ്റ് ഈസ് 5, 10, 20. നെക്സ്റ്റ് വൺ ബി മൈനസ് ഡി. കോമൺ എലമെന്റ്സ് 20 ആണ്. സോ 20 ഒഴികെ ഫസ്റ്റ് ബിയിൽ ആരൊക്കെയുണ്ട്? 4, 8,
12, 16. Next one, C minus B. സിയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് എഴുതിയിട്ടുണ്ട്. സി മൈനസ് ബി ആണ്. സോ സിയിൽ ബാക്കി ആരൊക്കെയുണ്ട്? 2, 6, 10, 14. And last D minus B. D minus B എന്ന് വെച്ച് കഴിഞ്ഞാൽ that is 5, 10, 15. Next one, B minus C. So കുറെ കോമൺ എലമെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബിയിൽ ആരാണ് ബാക്കിയുള്ളത്? യെസ്, 20. Last question, not last question, second last question, C minus D, that is 2, 4, 6, 8, 12, 14, 16. And the last one, D minus C, 10 orige, baki that is 5, 15, 20. Question number 10. If x equal to set A, B, C, D and y equal to set F, B, D, G, find x minus y. X minus y means elements in x, not in y. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെഡ് കളറിൽ കോമൺ എലമെന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എക്സിൽ ആരൊക്കെയുണ്ട്? എ ആൻഡ് സി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, y minus x. Y minus x means all the elements in y, not in x. y ആരൊക്കെയാണ്? അതായത് y minus x എഴുതിയിട്ടുണ്ട്. y ബാക്കി ആരൊക്കെയുണ്ട്? That is f and g. Next one, x intersection y. Is there any common element? Yes. Common elements mark ചെയ്തിട്ടുണ്ട്. That is B and D. B and D are the common element. Next question. If R is the set of real numbers and Q is the set of rational numbers, then what is R minus Q? It means real numbers minus rational numbers. Real numbers and rational numbers minus ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? Real numbers means it's the combination of rational and irrational. So real and rational minus ചെയ്ത ബാക്കി ആരുണ്ടാവും? Irrational numbers. So R minus Q is the set of irrational numbers. Last question. State whether each of the following statement is true or false. Justify your answer. First one, set 2, 3, 4, 5 and set 3, 6 are disjoint sets. Disjointed എന്ന് വെച്ചാൽ അവിടെ ആര് കാണരുത്? ഒരു കോമൺ എലിമെന്റ് പോലും കാണരുത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, അവിടെ 3 ഒരു കോമൺ എലിമെന്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ട്രൂ ആണോ? No, that is false. Since the intersection of sets are not null set. കാരണം നമ്മുടെ A intersection B എടുത്തു കഴിഞ്ഞാൽ that is set 3. അവിടെ ഒരു കോമൺ എലമെന്റ് ഉണ്ട്. ഡിസ്ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ എലമെന്റ് പോലും ഉണ്ടാവാൻ പാടില്ല. Next question, set A, E, I, O, U and set A, B, C, D are disjoint sets. Is it true? No, because there is a common element A. So it is false since the intersection of sets are not null set. C question, set 2, 6, 10, 14 and set 3, 7, 11, 15 are disjoint sets. അവിടെ ഏതെങ്കിലും common elements ഉണ്ടോ? No. So the statement is true. Since the intersection of sets are null set. Because A intersection B എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 5 ആണ്. There is no common element. And the last question, set 2, 6, 10 and set 3, 7, 11 are disjoint sets. First one even numbers set ആണ്. Second one odd numbers set ആണ്. Even numbers odd numbers ആരെങ്കിലും common elements ഉണ്ടോ? No. So intersection is 5. It means the statement is true since the intersection of sets are null set. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. Thank you.